വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. മനുഷ്യരക്തത്തെ വരെ കട്ടപിടിപ്പിക്കാൻ പാകത്തിന് മരം കോച്ചുന്ന തണുപ്പുള്ള ഒരു ഭൂപ്രദേശം. സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രം ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഈ പ്രദേശത്തിലൂടെ ഇവിടത്തെ കാടും മലകളും താണ്ടി ഒരു ദീർഘമായ നടത്തത്തിനിറങ്ങുകയാണ് നമ്മൾ. ടിബറ്റൻ പീഠഭൂമിയിലെ ഇങ്ങ് ഉൾഭാഗങ്ങളിലെ ആളുകളുടെ ഗ്രാമജീവിതങ്ങൾ നേരിട്ട് കണ്ടറിയുവാൻ, അവരുടെ കൂടെ ജീവിച്ച് അവരുടെ ഓരോ സ്വപ്നങ്ങളിലേക്കും ആഴ്ന്നിറങ്ങുവാൻ, ഉപേക്ഷിക്കപ്പെട്ടു പോയ ചില ചരിത്ര നിർമ്മിതികളെ വീണ്ടും കണ്ടെടുക്കുവാൻ, മരം കോച്ചുന്ന തണുപ്പിനെയും ഹൈ ആൾട്ടിറ്റ്യൂഡ് മേഖലയിലെ മറ്റു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുൻപോട്ടേക്ക് നടക്കുകയാണ് ഞാൻ, നിങ്ങളുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ഹലോ, നമസ്തേ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇങ്ങ് മസ്താങ്ങിൻ്റെ മണ്ണിൽ നിന്നും വീണ്ടും സ്വാഗതമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് അവസാനിപ്പിച്ച അതേ സ്ഥലത്ത് നിന്നും മുക്തിനാഥ ടെമ്പിളിൻ്റെ താഴെ വശത്ത് നിന്നാണ് സംസാരിക്കുന്നത് നിങ്ങളോട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ കാണുന്ന മലയില്ല, ആ മലയിൽ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ലേക്കും പിന്നെ ആ ഒരു ലേക്കിന് അപ്പുറമുള്ള മറ്റൊരു മലയിൽ വേറൊരു ഗ്രാമം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ആളുകൾ എങ്ങനെയാണ് ഈ ഒരു ഗ്രാമങ്ങളിൽ താമസിക്കുന്നത്, അവരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണാൻ എനിക്കൊരു ആകാംക്ഷയുണ്ട്. കാരണം -40 -40 മേലെ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കൊന്ന് നടക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഈ മലയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് ഇതിലാണ് വഴിയുള്ളതെന്നേ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം. വായു എൻ്റെ കൂടെ നടക്കാനായിട്ട്. സൂര്യൻ പോയിട്ടുണ്ട്, പെട്ടെന്ന് -ഡിഗ്രിയിലേക്ക് വരുന്ന ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ, അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കണം. നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ ഫുഡ് കഴിക്കണം. കാരണം പോകുന്ന വഴിക്ക് ഇനിയിപ്പോൾ ഗ്രാമത്തിലോട്ടല്ലേ കയറുന്നത്, ഫുഡ് കഴിക്കാൻ കിട്ടുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഞാനത് അവിടെയുള്ളൊരു ഹോട്ടലിൽ പോയി നോക്കി. എൻ്റെ പൊന്നോ, റേറ്റൊക്കെ കേട്ടപ്പോഴത്തേക്കും കണ്ണ് തള്ളി കേട്ടോ. പ്ലെയിൻ റൈസൊക്കെ നോക്കും നിങ്ങൾ, ഇതാണ് മെനു വരുന്നത്. ഇവിടെ വേറൊരു കിച്ചൺ ഉണ്ട്, എല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും. എന്താക്കും എന്തോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇവിടെ ഈ സൂര്യപ്രകാശത്തിൽ ചൂടാക്കുന്നതെന്നുള്ളത്. അതിൻ്റെ പ്രാക്ടിക്കലി കറക്റ്റായിട്ട് നമുക്കിത് ഇവിടെ കാണാം. ഇത് ഗ്ലാസ് ടൈപ്പ് സാധനമാണ്. അതിൻ്റെ നടുക്ക് ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് സൂര്യപ്രകാശം ഫോക്കസ് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യും. അവിടെ പാത്രം വെച്ചിട്ട് ആ പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കും. ഓക്കെ, നൈസല്ലേ? കറണ്ട് വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രയലില്ലേ, അവിടെയുള്ള പോലെ തന്നെയാണ് ഇവിടെയും ഈ ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ ഒരു റേറ്റ് വരുന്നത്. കാരണം ഇങ്ങോട്ട് കയറി വരണമല്ലോ, 500 രൂപ 600 രൂപയൊക്കെ ഉണ്ട് നമുക്ക് ചോറും പരിപ്പറിയൊക്കെ കഴിക്കണമെങ്കിൽ. ഞാൻ അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ടേക്ക് വന്നു. ചെറിയ എന്തെങ്കിലും ഇതുപോലുള്ള ആഷ് പോഷ് അല്ലാതെ ഇങ്ങനെ ചെറിയ തട്ടുകട ടൈപ്പ് പോലത്തെ, തട്ടുകടയല്ല എന്നാലും ഉള്ളതിൽ ഏറ്റവും ചെറുത് നോക്കി നടക്കുകയാണ് ഞാൻ. അറ്റ്ലീസ്റ്റ് നമുക്ക് നൂഡിൽസ് എങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും നൂഡിൽസ് ഉണ്ട്, പക്ഷേ നൂഡിൽസിന് ഇവർ തുപ്പ എന്നൊക്കെ പേര് കേട്ടിട്ട് അതിനും റേറ്റ് കൂട്ടും. ഇവിടെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഇതുണ്ട്, ഒരു ചെറിയ പഴയ വീട് പോലെ എന്തോ സ്വച്ഛ ഗർ തന്നെയല്ലേ, എന്തോ ഒരു ഹോംലി ആ ഒരു രീതിയിലുള്ള ഫുഡിൻ്റെ ഇത് താമസം അങ്ങനെയൊക്കെ ആണ് എന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് കയറി നോക്കാമല്ലോ. ആരും ഇല്ല ഇവിടെ, വീട് തന്നെയാണ് പക്ഷെ ആരുമില്ല. ഇവിടെ മുറികളൊക്കെ ഉണ്ട് കേട്ടോ, അത് കണ്ടോ അതുപോലെ തന്നെയുള്ള പഴയ മറ്റൊരു വീട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കയറി നോക്കാമല്ലോ. നല്ല കുഞ്ഞി കുറേ ആൾക്കാർ പൊളിച്ച് പണിത്, പക്ഷേ ഇവരൊന്നും പൊളിച്ച് പണിതില്ല. അതല്ല അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമസ്തേ ദീദി. ഇവിടെ നമ്മളുടെ നൂഡിൽസ് ഉണ്ട്. നൂഡിൽസ് ഇവരാക്കി തരും. 100 രൂപ ഒരു നൂഡിൽസിന്. ഞാൻ അവരോട് പറഞ്ഞു അതിൻ്റെ അകത്തോട്ടൊരു മുട്ട കൂടി പൊട്ടിച്ചോളാം. ഇതാണ് കേട്ടോ ഇവരുടെ അടുക്കളയെ. നമസ്തേ. ഈ ആപ്ക്ക് ഗർ ഭി ഹൈ ക്യാ? ഗർ ഹൈ ഏ പൂര ഗർ? ഇവരുടെ വീട് കൂടിയാണ് കേട്ടോ. ഇതുകൊണ്ട് നിങ്ങൾ നല്ല രസമുണ്ട്. മേലോട്ട് വലിയ 2 നിലയാണ്. താഴത്തെ നിലയിൽ ഈ ഒരു കിച്ചൻ്റെ ഭാഗം മൊത്തം ഹൈറ്റിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ താമസിക്കാനുള്ള റൂമുകളുണ്ട് കേട്ടോ. നൈസ്. യെസ്, നമ്മളുടെ സൂപ്പ് നൂഡിൽസ് വന്നു. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ. ശരിക്കും ഉണ്ടല്ലോ, ഇതുപോലുള്ള സ്ഥലത്ത് വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു നൂഡിൽസിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. എൻ്റെ നൂഡിൽസേ, നീ ഇല്ലായിരുന്നെങ്കിൽ എത്രയോ ആളുകൾ, അതും ഞങ്ങളെപ്പോലുള്ള ബഡ്ജറ്റ് ട്രാവലേഴ്സ് എങ്ങനെ സർവൈവ് ചെയ്യുമായിരുന്നു. സമ്മതിക്കണം. ഇത് കണ്ടുപിടിച്ചത് ശരിക്കും ആരാ? ചൈനക്കാരാണോ അതോ ടിബറ്റിലെ ആൾക്കാരാണോ അതോ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരാണോ? അറിയാവുന്നവരുന്ന്, ഈ നൂഡിൽസിൻ്റെ ചരിത്രം അറിയാവുന്നവരുന്ന് കമൻറ്റിൽ പറയണേ. എനിക്ക് അറിയാനൊരു താല്പര്യമുണ്ട്. ഈ കാണുന്ന പാത്രം ഉണ്ടല്ലോ, നമ്മുടെ ചാങ്ങില്ലേ, അത് ഇതിൻ്റെ അകത്തിട്ടിട്ട് ഇതിനുള്ളിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ മൂടി വെച്ചിട്ട്, മൂടൊന്നുമില്ലല്ലോ, ഇതിങ്ങനെ മൂടി വെച്ചിട്ട് വലിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചാങ് കുടിക്കുന്ന പാത്രം.
ഫുഡിങ് കഴിഞ്ഞു 150 രൂപ. പരിപാടി തീർന്നു, സന്തോഷമായി. ഞാനുണ്ടല്ലോ നോർമലി ഇറങ്ങി നടക്കുന്ന പോലെ അങ്ങ് നടന്നേ. നമ്മുടെ ബാഗ് ഹോട്ടലിരിക്കുക. അയ്യോ അതാ ഹോട്ടൽ. നമ്മുടെ ബാഗ് കിട്ടി. ഞാനിതാ തിരിച്ച് നമ്മൾ നടന്ന വഴി തന്നെ നടന്നിട്ട് ഇതാ ഈ റോഡ് വഴി തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഇതുവഴിയാണ് ശരിക്കും നമ്മളുടെ ആ ഒരു ഗ്രാമത്തിലോട്ടൊക്കെ ഇറങ്ങേണ്ട വഴി എന്ന് തോന്നുന്നേ. ചോദിച്ചു പോകാം നമുക്ക്. അങ്ങോട്ട് പോകേണ്ട വഴി ഇതാ, നിങ്ങളൊന്ന് നോക്കി വെച്ചോ. അതുവഴി ഇങ്ങനെ കറങ്ങി അതിലേ ഇറങ്ങി ആ ഒരു മല കടന്ന് ആ ഗ്രാമം നോക്കാം നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും കറങ്ങി അതിലേ ഇറങ്ങി ആ ഒരു അടിവാരം ഇറങ്ങി അടിവാരത്ത് നിന്നും അവിടെയായിട്ടാണ് ആ ഒരു ഗ്രാമം കാണുന്നത്. കുറേ പുരാതന ഗ്രാമം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു മഞ്ഞുമലയുടെയൊക്കെ താഴെ. ഇവിടെ വെള്ളത്തിൻ്റെ കരവിരുന്ന് നോക്കി ഞങ്ങൾ. എന്തായി ഉണ്ടാക്കി വെച്ചേക്കുന്നത്? താജ്മഹലാ. അങ്ങ് താഴെ ഒരു തടാകം കണ്ടോ നിങ്ങൾ? ഫ്രോസൺ ആണ് കേട്ടോ, മൊത്തം ഫ്രോസണായി കിടക്കുകയാണ് ആ തടാകം. ഈ വീഡിയോ ഇനിയും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക്, അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റ്, ഇത് രണ്ടും വേണം. ഇപ്പോൾ ആളുകളിലേക്ക് വീഡിയോകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പ്രധാനമായിട്ടും ക്രൈറ്റീരിയ ആയിട്ട് നോക്കുന്നത് ലൈക്സ് ആണ് കേട്ടോ. വഴിക്ക് ഇവിടെ ചെറുതായിട്ടൊരു പാളിച്ച വന്നിട്ടുണ്ട്. അതുവഴി അങ്ങനെയായിരുന്നു ഇറങ്ങേണ്ടത്. അങ്ങനെ ഇറങ്ങിയിട്ട് ആ ഒരു വില്ലേജ്, അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വില്ലേജ്, അങ്ങനെയായിരുന്നു. നമ്മൾ റോഡ് വഴി പിടിച്ചപ്പോൾ ഇങ്ങനെ വന്നു. ഇവിടെ പിന്നെ മതിൽ ചാടേണ്ട ആവശ്യമില്ല. മതിലിന് ചാടാനായിട്ടൊരു സ്റ്റെപ്പ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുവഴി അങ്ങനെ കയറിയാൽ മതി. കള്ളിമുൾച്ചെടി, ഇത് ഏത് മുള്ളുചെടിയാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? റോസാണ്, ഹിമാലയൻ റോസ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി നടക്കാം. ഞാൻ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇത് ഇവരുടെ പ്രോപ്പർട്ടിയാണ്. അപ്പം ഇവിടെ ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ ഇതൊക്കെ സാലിഗ്രാമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കഴിഞ്ഞ ദിവസത്തെ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. അതായത് നമ്മളുടെ ഈ ഒരു ഫോസിൽ മണ്ണിനടിയിലായിട്ട്, മണ്ണല്ല കല്ലിനടിയിലായിട്ട് അതിങ്ങനെ ഫോസിൽ രൂപപ്പെട്ട് കല്ലിങ്ങനെ ഉരുണ്ട് അത് പൊട്ടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഫോസിൽ കിട്ടും. അതേ സാധനം സാലിഗ്രാം. ആ ഒരു സാധനം ഇവിടെയുണ്ട് കേട്ടോ. ഇവർ കുഴിച്ച സമയത്ത് ഇവർക്ക് കുറേ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചത് വലുതാണ്. പിന്നെ എന്നോട് പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് തരാം, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ കേരളത്തിൽ നിന്ന്. അപ്പോൾ സാലിഗ്രാം, പ്യുവറായിട്ടുള്ള സാലിഗ്രാം ഇത് ഇവിടെ നിന്ന് പെറുക്കി എടുത്തിട്ട് ഡയറക്റ്റായിട്ട് തരാൻ വേണ്ടിയാണ് കേട്ടോ. ദിസ് ഈസ് സാലിഗ്രാം. ഓക്കെ, ഇതാ ഇത് നമുക്ക് കഴുകണം കേട്ടോ. ഇതാ വെള്ളം ഇടുന്നുണ്ട്. ഇതാ ഞാൻ അവസാനം കഴുകിയെടുത്തേ. യെസ്. അതുകൂടാതെ ഇപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് എനിക്കൊരു വലിയ ഒരെണ്ണം എടുത്തു തന്നു. പക്ഷെ അത് എന്ത് വെയിറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഞാനത് എടുക്കാൻ നിന്നില്ല. കാരണം നല്ല വെയിറ്റാണ്. ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ ഷോപ്പിൽ. ഇറ്റ്സ് എ ബിഗ് വൺ. അവിടെ വലിയൊരു സാധനമുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഇവർ ഷോപ്പിൽ വിൽക്കുന്നതാണ്. നല്ല റേറ്റുള്ള സാധനമാണ്. അതായത് ഈ ലാവയില്ലേ, ലാവേൻ്റെ ഉള്ളിൽ ഇത് കുടുങ്ങിപ്പോയതിന് ശേഷം ഒരു ഡിസൈൻ ആക്കിയിട്ടുണ്ടല്ലോ, അങ്ങനെ അതൊരു ഫോസിലായിട്ട് ഫോം ആകുന്നതാണ്. ദിസ് ഈസ് ബിഗ് വൺ. നോക്കി നിങ്ങൾ, വലിയ സാലിഗ്രാം. അതിൻ്റെ കൂടെ ഹോഴ്സ്. ഇതുണ്ട് നിങ്ങൾ, മാസ്ക്, റൈറ്റ്? ഗുഡ്. കണ്ടോ, ഒരു മുഖത്ത് വെച്ചിട്ടുണ്ട് ഒരു മാസ്ക് പോലെ ഇല്ലേ, കുതിരയുടെ തലയോട്ടിയാണ് കേട്ടോ. അതിൻ്റെ എല്ലും ഉണ്ട് ഇവിടെ. ഇത് പൊട്ടിച്ചാൽ വലിയ സാധനം കിട്ടും. ഇവരുടെ തന്നെ പ്രൈവറ്റ്, ഞാൻ നേരത്തെ മേലെ നിന്ന് കാണിച്ചു തന്നില്ലായിരുന്നോ, പ്രൈവറ്റ് ഇതാണ്, പൂളാണിത്. അതായത് പൂണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവർ മീൻ വളർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഐസായിട്ട് മുഴുവൻ ഇതായി ഫുള്ള് സെറ്റിലായി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് മീൻ തീറ്റ കൊടുക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അത് പൊട്ടിക്കാൻ പറ്റത്തില്ലല്ലോ, നല്ല കട്ടിനിക്കാൻ ഉണ്ടാവുക. നോക്കി ഞങ്ങൾ, ഫുൾ ഫ്രോസൺ. ഓഹോ മൈ ഗോഡ്. കണ്ടേക്കള, അത് ഫ്രീസണായിട്ടുള്ളത്. ഇവർ രാവിലെ മുതൽ ഇത് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവർ മീൻ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, ഫിഷ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ വെയിൽ വന്നപ്പോൾ കുറേശ്ശെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഏകദേശം ഇതായി കിട്ടുന്നുണ്ട്. പിന്നെ ഇതുണ്ടെങ്കിൽ ആ ഒരു സാലിഗ്രാം ഉള്ളിൽ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ആ ഒരു ഫോസിലിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടാകും. അതായത് ഫോസിലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അത് പൊടിഞ്ഞു പോയി. അപ്പോൾ ആ കല്ലിങ്ങനെ വന്നിട്ട് ആ ഒരു കല്ല് ആ ഒരു ഫോമിലേക്ക്, ആ ഫോസിലിൻ്റെ രൂപത്തിൻ്റെ ഫോമിലേക്ക് മാറി. ഇതൊരു തരം കടൽ ജീവിയായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഒരു കല്ലിനുള്ളിൽ അതുണ്ട്. ഇതുണ്ടല്ലോ, ഈ ഒരു ബായിയുടെ പേജാണ്, ഫേസ്ബുക്ക് പേജ്, മുസ്താങ് നേപ്പാൾ എന്ന് പറഞ്ഞിട്ട്. സോ യു ആർ പോസ്റ്റിംഗ് മുസ്താങ് റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസ്. അപ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ചെയ്ത് നോക്കിക്കോളൂ. നമസ്തേ. വാട്ട് ഈസ് ദാറ്റ് വില്ലേജ് നെയിം? ജോങ് വില്ലേജ്. അതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വില്ലേജ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻഫർമേഷൻ. കണ്ടില്ലേ നിങ്ങൾ, എന്ത് നല്ല ആൾക്കാർ.
അവരെനിക്ക് ഇവിടുത്തെ കൃഷികളെ പറ്റിയും എങ്ങനെയാണ് ഇവർ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പറഞ്ഞു തരുമായിരുന്നേ. വഴിയെ ഞാനത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ ഗ്രാമങ്ങളുണ്ട്, യു ക്യാൻ ഗോ ദ, ഇഫ് യു വാണ്ട് യു ക്യാൻ സ്റ്റേ ദ. എല്ലാം വളരെ വെൽക്കമിങ് ആയിട്ടുള്ള നല്ല സ്നേഹമുള്ള ആളുകളാണ്. നമുക്ക് പിന്നെ പൊതുവെ അറിയാലോ ഈ ഒരു പഹാടിലുള്ള ആളുകൾ പ്യുവർ ഹാർട്ടഡാണ്. പിന്നെ നിങ്ങളെ വേറൊരു കാര്യം ചിന്തിക്കുക, ഈ കാണുന്നതൊക്കെ ഈ ഒരു മലയുടെ ഭാഗത്തുള്ളത് മുഴുവൻ ഹിമാലയൻ റോസസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അതിൻ്റെ ശരിക്കും ആ ഒരു സ്പ്രിംഗ് സീസൺ ടൈമിൽ നമ്മൾ ഇതുവഴി വന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ പൂക്കളായിരിക്കും. പൂക്കളുടെ ഉള്ളിലൂടെ റോസാപ്പൂവിൻ്റെ ആ ഒരു മണവും ആ ഒരു ബ്യൂട്ടിയും ഒക്കെ ആ ഒരു ടൈമിലുണ്ടാവും. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ വേണം കേട്ടോ നമുക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കരമായിട്ടുള്ളൊരു ബ്യൂട്ടി ആയിരിക്കും കേട്ടോ. ആ ഒരു മിസ് ചെയ്യും, അതിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസമായിരുന്നു അല്ലേ. സാരമില്ല, നമുക്ക് ഇവിടെയൊക്കെ പൂക്കൾ പൂക്കുന്ന സമയം കണ്ടോ നിങ്ങൾ, ഇവിടെ എല്ലാം പൂക്കൾ പൂക്കുന്ന സമയത്ത് ഒന്നുകൂടി വേണമെങ്കിൽ വരാം. ഇവിടുത്തെ കാവൽക്കാരൻ ദാ ഇവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്നോട് എങ്ങടാണ് ആരാണ് എന്ന് കേട്ടോ. ഫുള്ള് മുള്ളാണല്ലോ, ഈ മുള്ളിൻ്റെ ഇടയ്ക്ക് കൂടി വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നി അങ്ങായി, ഞാൻ ഇവിടുത്തെ പരിചയക്കാരൻ, ഞാൻ വന്ന് ഇവിടുത്തുകാരൻ. വരയ്ക്കുന്ന വെട്ടി കടിക്കൂലെന്ന്, അതുകൊണ്ട് സീനില്ല. നടന്ന് ആ ഒരു മല കവർ ചെയ്ത് ഇപ്പുറം വരുമ്പോൾ നമ്മളെ മലയുടെ മേലേന്ന് കണ്ട ആ ഒരു ലേക്ക് ലേക്ക് നമുക്കിവിടെ കാണാം കേട്ടോ. ഇത് പക്ഷേ ഫ്രോസൺ അല്ല, ഇത് അത്യാവശ്യം നല്ല വെള്ളം നല്ല രീതിക്ക് പോകുന്ന ടൈപ്പ് ലേക്കാണ്. മേ ബി ഇത് ഇത്രയും വലിപ്പമുള്ളതുകൊണ്ടായിരിക്കും. മറ്റേത് അത്യാവശ്യം ചെറുതാണല്ലോ, ചെറുതായതുകൊണ്ടായിരിക്കണം പെട്ടെന്ന് ഫ്രോസൺ ആയി പോയത്. നിങ്ങളോട് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മളുടെ ക്യാമറ പണിമുടക്കിയായിരുന്നു. അതിനെ തുടർന്ന് ഞാനിപ്പോൾ ഫോണിലാണ് വ്ളോഗ് മുഴുവൻ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ താഴെ ഈ ഒരു മലയടിവാരത്ത് നോക്കിയാൽ നിങ്ങൾ മറ്റൊരു ഗ്രാമം നമുക്ക് കാണാം. പഴയ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുക്തിനാഥിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ ഉള്ള ആളുകളില്ലേ, അവിടെയൊക്കെയുള്ള ആളുകളുടെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഗ്രാമം അതുപോലെ തന്നെ അപ്പുറയുള്ള ആ ഒരു ഗ്രാമങ്ങളിലൊക്കെ. പിന്നീട് മുക്തിനാഥ് കൊമേഴ്ഷ്യലൈസ്ഡ് ആയപ്പോൾ ആളുകൾ താമസം മാറ്റിയതാണ്. കാരണം ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഫുഡ്, താമസം, കാര്യങ്ങൾ, കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. എന്നാലും അവരുടെ വീട് ഇന്നും ഇവിടെയുണ്ട് കേട്ടോ. ഇവർ മഞ്ഞൊക്കെ ആവുന്ന സമയത്ത്, ടൂറിസ്റ്റുകളൊക്കെ വരാണ്ടാവുന്ന സമയത്ത് ഇങ്ങോട്ട് വരും. ഇവിടെ മേലത്തേനേക്കാളും തണുപ്പ് കുറവായിരിക്കും, കാരണം മല അടിവാരമായതുകൊണ്ട്. താഴോട്ട് ഇറങ്ങാനൊന്നും ഉണ്ടല്ലോ പ്രോപ്പർ വഴികളൊന്നുമില്ല. ചെറിയ നടന്ന ചാല പോലെ എന്തോ കാണുന്നുണ്ട്. ഞാൻ ഇതുവഴി എന്തായാലും മലയുടെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് ആ ഗ്രാമം വരെ ഒന്ന് പോവാം. അവിടെ ആരാ ഉള്ളേ, അവർ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കാമല്ലോ. ഒന്ന് ഈ ഒരു മലയുടെ ഒരു കുഴപ്പമെന്നറിയുമോ, നമ്മളൊന്ന് ഇറങ്ങി കുറച്ച് സ്പീഡ് കൂടിപ്പോയാൽ പിന്നെ അതേ സ്പീഡിൽ ഫോളോ ചെയ്യണം. ബ്രേക്ക് പിടിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉരുളം കണ്ട ഇവിടെ ഇവരെ ഉണ്ടല്ലോ. പ്രധാനമായിട്ടും നമ്മളുടെ ഒരുതരം ചോളമുണ്ട്, ചോളം, അതുകൂടാതെ ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മളുടെ ആപ്പിള്, ദാ കാണുന്ന ആപ്പിൾ മരങ്ങളാണ്. ആപ്പിള്, പിന്നെ ഒരു വെള്ള ഇത് വരുന്ന ഒരു തരം മില്ലറ്റുണ്ട്. ആ ഒരു മില്ലറ്റ് കൃഷിയൊക്കെ ഇവിടെ ചെയ്യുക. ഇപ്പം എന്തോ ഒരെണ്ണം വിതച്ച് ആ ചാണകവും അതുപോലെ തന്നെ ചാരമൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി ഒരു മതിൽ പോലെ കെട്ടി തിരിച്ച് വെക്കുകയാണ്. ഇവിടെ ഒരു കൃഷിയിടം, ഇവിടെ ഒരു കൃഷിയിടം. ഇത് പഴയ മതിലാണ്, കണ്ടില്ലേ നിങ്ങൾ, മണ്ണ് കൊണ്ടുള്ള മതിൽ. ഇത് നേരെ കയറി ചെല്ലുന്നത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ പോലെ നമുക്ക് തോന്നുന്ന ഒരു വീടിൻ്റെ ഏരിയയിലേക്കാണ്. ഒരുപാട് വഴക്കുണ്ട്. പിന്നെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയവർ, ഇത് ആവശ്യമില്ലാത്ത ആൾക്കാർ അവിടെ തന്നെ കൂടിയാണ്. അപ്പോൾ അവരുടെ വീടുകൾ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കും. അല്ലാത്തവരുടെ വീട്, താമസമുള്ളവരുടെ വീട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് കുറച്ചൊന്ന് ഉള്ളിലോട്ട് കയറി നോക്കാം. അതിങ്ങനെ തിരിഞ്ഞിട്ട് അതാ ഒരു നേർവഴി ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ആരും ഉണ്ട് കേട്ടോ. കുതിരേനെ കാണുന്നുണ്ട്, ആടിനെ കാണുന്നുണ്ട്, പട്ടിയുണ്ടോ പോലും. കുറച്ച് നടന്നപ്പോഴത്തേക്കും ഞാൻ കിതച്ച്. ഒരു കുതിരലായത്തിൻ്റെയൊക്കെ അടിയിലോട്ടാണ് ആദ്യമേ നമ്മൾ എത്തുന്നത്. പട്ടിയുണ്ടോ, കുട്ടിയുണ്ടോ, ആരും കാണാനില്ലല്ലോ. ഞാൻ മേലെ നോക്കുമ്പോൾ ആരും പുറത്തെ കൂടി നടക്കുന്ന പോലെ കണ്ടായിരുന്നല്ലോ. എന്തായാലും അടിഭാഗത്ത് ഇതാ 2-3 കുതിരകൾ കെട്ടിയിട്ടുണ്ട്. മേ ബി മേലെ ആളുകളെ, തീർത്ഥാടകരെ കൊണ്ടൊക്കെ മേലെ പോകുന്ന കുതിരക്കാരനായിട്ടുള്ള ആളുടെ വീടായിരിക്കും കേട്ടോ ഇത്. അവിടെ നിന്ന് ഒരു ആട് നമ്മളിങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട്, ഇവരെന്താ ഈ ചെയ്യുന്നതെന്നുള്ളത്. കുതിര ചാണകമൊക്കെ ഇവിടെയുണ്ട്, പക്ഷെ ആരും കാണാനില്ലല്ലോ. എന്തായാലും നമുക്ക് പുറത്തുനിന്ന് കാണാം. മണ്ണ് കൊണ്ടാണ് വീടുണ്ടാക്കിയേക്കുന്നത്, കണ്ടില്ലേ നിങ്ങൾ. മണ്ണ് തേച്ച് ഭിത്തി ഉണ്ടാക്കി അതിൻ്റെ മേലെ പലകയിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി ആട് ഇറങ്ങി വരുന്നുണ്ടല്ലോ. എന്താണെന്ന് ചോദിക്കാനാണോ, ആണ് ഇവരുടെ വീടുകൾ. അതുകൊണ്ട് തന്നെ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട്, വീട് ഇടിഞ്ഞ് പോകും. എന്തുകൊണ്ടാണ് ഈ ഒരു വീടെല്ലാം അങ്ങ് എത്തി തീർന്നു, വീണ്ടും ഇതായി പോയിട്ടുണ്ട്. ആരും കാണാനില്ല. അപ്പോൾ നമുക്ക് കാണാത്ത സ്ഥിതിക്ക് പോവാം. ആരെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിലും കൂടി കയറായിരുന്നേ.
ഇതിപ്പോൾ ആടും 2 പൂച്ചയും അല്ല 1 പൂച്ചയും ഹായ് പിന്നെ 3 കുതിരയും. ആരും ഇല്ല ഇവിടെ? മ്യാവ് മ്യാവ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വീടിൻ്റെ ഉൾഭാഗം കൂടി ഇവരുടെ പണ്ടത്തെ പുരാതന വീടാണ്, അത് കാണാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഇല്ല, ആരുമില്ല. പക്ഷെ പുറത്തുനിന്ന് കണ്ടില്ലേ ഇങ്ങനെയാണ് വീടുള്ളത്. ഞാൻ പിന്നെ ഇതുപോലത്തെ പുരാതന വീടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? പണ്ട് നമ്മൾ സ്പിറ്റി പോയ സമയത്ത് അവിടെ ഇതുപോലെ തന്നെ -40 ഡിഗ്രി ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ നമ്മുടെ സാംസ്കാർ വാലിയിൽ ഏകദേശം ഇവരുടെ എല്ലാം കൾച്ചർ ഒരുപോലെ തന്നെയാണ്. അയ്യോ, ഞാൻ നടന്ന് വീണ്ടും ഇങ്ങോട്ട് കയറി. ഇങ്ങോട്ട് വരണ്ടായിരുന്നു, കാരണം ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ അതിലേ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് അതുവഴി പോയാലാണ് അപ്പുറം ഈ ഒരു മല കടന്ന് അപ്പുറത്തോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. കള്ളിമുൾച്ചെടിയാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെങ്കിൽ നല്ല കിടിലൻ റോസ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ വീടെല്ലാം പൂർണ്ണമായും നശിച്ചു പോയി കേട്ടോ. പണ്ട് ഭയങ്കര പ്രൗഢമായിട്ട് നിന്ന വില്ലേജാണ്. പിന്നെ ആളുകൾക്ക് അവിടെയാണ് താമസം ഓപ്ഷൻ, അതായത് അവരുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് കിട്ടിയപ്പോൾ അവരങ്ങോട്ട് മാറി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വില്ലേജ് ഇല്ലാണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമസ്തേ. ഓക്കെ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ये गाँव का नाम क्या है? हाँ, പുരങ്. ഇതാണ് കേട്ടോ അതാ ഇവരുടെ വീട്. ഈ വീട്ടുകാരെ കണ്ടു. എന്തായാലും വഴി നമുക്ക് ഇതിലേ ഇറങ്ങി അങ്ങനെയാണ് പോകേണ്ടത്. ഇത് ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഒരു കുഞ്ഞു വാവയൊക്കെ ഇവിടെയുണ്ട്. വാട്ട് ഈസ് ഹിസ് നെയിം? നാം ക്യാ ഹൈ? ഹാ, ഹലോ, ഹഗ്ഗ. അങ്ങനെയാണ് പേര്. 2 പേരുണ്ട്. ഇവിടെ ഒരാളുണ്ട്. ഹലോ, ഹായ്. എന്തായാലും ഇവർക്കും ഉണ്ട് കേട്ടോ 2 കുതിരയെ. അപ്പോൾ ദോ ഘോടായേ അച്ഛാ ചലാത്തെ. ഓക്കെ, കുതിരേനെ ഇതാക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾ വെള്ളം ഫ്രീസായി പോയിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉരുകാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചേക്കുന്നത്. അച്ഛാ, ഇതാണ് വീട്. വലിയ കോംപ്ലക്സ് ആണ് വീട്. ഇതുണ്ടോ വീട്, അതിനോട് ഇവിടെയായിട്ട് ഗ്രൗണ്ട് പോലെ നല്ല വലിയ ഗ്രൗണ്ട്. പിള്ളേർക്കൊക്കെ ആണെങ്കിലും കളിക്കുകയൊക്കെ ചെയ്യാം. കൂട്ടുകുടുംബമാണെന്ന് തോന്നുന്നു. വേറെയും ചേച്ചിമാർ ഇതിവിടെ പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടായിരുന്നോ? അവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരിവിടെയും കിടന്നുറങ്ങുന്നുണ്ട്. അത് മനസ്സിലായി നിങ്ങൾ? തണുപ്പ് കാലത്ത് അകത്തേക്കാളും എത്രയോ സുഖമാണ്. AC ഇട്ട് കിടക്കുന്ന പോലെയാണ് പുറത്ത് കിടന്നുറങ്ങുന്നത്. നൈസ്. ഇവിടെ ഉണ്ടല്ലോ ഇവരുടെ കൃഷിയിടവും അതുപോലെ തന്നെ ഇവരുടെ കുതിര അതുപോലെ തന്നെ പശുവിൻ്റെയൊക്കെ വീടാക്കി മാറ്റിയിട്ടാണ് കേട്ടോ ഇതുള്ളത് എന്നാണ് ഇവർ പറഞ്ഞത്. ഇവരിപ്പം താൽക്കാലികമായിട്ട് ഇവിടെ ചെറിയൊരു ഷെഡ് പോലെ ആക്കിയിട്ടുണ്ട്. അല്ലാതെ ഇവരുടെ വലിയ വീട് വന്നിട്ട് നമ്മൾ നേരത്തെ നിന്ന ടൗണിനോട് ചേർന്നിട്ടാണ്. അബ്കി ഖേത്തി ഇതർ ഖേത്തി. അച്ഛാ, ഇവിടെ ഇവരുടെ പഴയ വീട് പൊളിഞ്ഞ് വീഴാറായ മറ്റൊരു വീട് കൂടി ഇത് ഇവിടെയുണ്ട്. ശരിക്കും ഉണ്ടല്ലോ ഇവിടുത്തെ ഗവൺമെൻറ്റുകളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇതുപോലുള്ള വീടുകളൊക്കെ ഇവർക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് സംരക്ഷിക്കണം. കാരണം ഇതല്ലേ പുരാതനമായിട്ടുള്ളത്. ഇതൊക്കെ കാണാനാണ് വിദേശത്ത് നിന്നൊക്കെ ആണെങ്കിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഒരു വീടിൻ്റെയും അവസ്ഥ ഇപ്പം അടുത്തൊരു മഞ്ഞുകാലമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇടിഞ്ഞ് വീഴുന്ന ടൈപ്പ് രീതിയിലായിട്ടുണ്ട് കേട്ടോ. എന്നോട് ഇതിലേ നടന്നിട്ടേ മതിൽ ചാടിക്കോളം പറഞ്ഞു ദിവി. അയ്യോ, ഇവിടെ എവിടെയാണ് രാസ്തയുള്ളത്? കാണുന്നില്ലല്ലോ. ദൈവമേ, എവിടെയാണ് രാസ്ത? ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ വളർന്ന്, ഇത് ആപ്പിളല്ല, ഇതൊക്കെ ആപ്പിളാണ്. വളർന്ന് വലുതായി പന്തലിച്ചു, വെട്ടേണ്ട ടൈമായി. ഇവിടെയും മതിലുണ്ട് ചാടാൻ. ഈ മതിലും ചാടിക്കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തെ കൂടെയുള്ള വഴി ഇല്ല കേട്ടോ. അതല്ല വഴി. ദൈവമേ, വഴി എവിടെയാണോ എന്തോ. നടന്നൊരു പാട് പോലും കാണാനില്ലല്ലോ. പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കാനേ അത്യാവശ്യം കുറച്ച് ഇതുപോലെ പാടുണ്ട്. അതിലൊരു നടവഴി പോകുന്നുണ്ട്. അപ്പം അതായിരിക്കണം വഴി. അപ്പം ഇതിലേ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങണം. നല്ല തെളിഞ്ഞ വെള്ളമേ. ചാടണമല്ലോ അങ്ങോട്ട്. ഇത് തന്നെ വഴി. അങ്ങനെ നമ്മൾ നടവഴിയിലേക്ക് എത്തി. ഈ കാട് പോലെയുള്ള ഇതിൻ്റെ അകത്തെ കൂടെ നടക്കുമ്പോഴേ ശരിക്കും കാറ്റ് വന്ന് മേലെ അടിക്കുന്നുണ്ട്. മരച്ചില്ലയിലെ കാറ്റ് വന്ന് മേലെ അടിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കാനുണ്ട്, ഊന്ന് പറഞ്ഞിട്ട്. യെസ്, നമ്മൾ നടന്നു വന്നത് എന്തായാലും കറക്റ്റ് വഴി തന്നെയാണ്. ഇത് നോക്കി ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ മലയിലെ ആ ഒരു ഗ്രാമം, അതുപോലെ തന്നെ നമുക്ക് കടക്കേണ്ട തൂക്കുപാലം അങ്ങ് താഴെ കാണാം. അങ്ങ് താഴെ തന്നെ ഇനിയിപ്പോൾ ആ ഒരു പാലം ലക്ഷ്യമാക്കിയിട്ട് വേണം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കി ഞങ്ങൾ അവിടെ നിന്ന് കുറേ കയറി മേലോട്ടേക്ക് പോകാനുണ്ട്. ഓഹോ, ഇത് ശരിക്കും ഒരു രസമുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം വഴി തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുക,
അവിടെ ഇപ്പോൾ എന്താണ് ഉള്ളത്, അവർ നമ്മളെ സ്വീകരിക്കുമോ ഇല്ലയോ, അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടുമോ, അതോ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ നമുക്ക് സ്ഥലം കിട്ടാതെ തിരിച്ച് വരേണ്ടി വരുമോ, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളും ഒക്കെ ആയിട്ട്. പക്ഷേങ്കിൽ എന്താണ് അവിടെ നിന്ന് അറിയാതെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ എന്ത് മുമ്പിൽ കാണാൻ പറ്റും എന്നൊക്കെയുള്ള ആ ഒരു പ്രതീക്ഷയോടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഒരു രസമാണ്. എക്സ്പ്ലോറിങ്, നമ്മൾ സാധാരണ ഒരു ടൂറിസം സ്പോട്ടിലോട്ട് കാഴ്ച കാണാൻ പോകുന്ന പോലെ അല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സുഖമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുള്ള യാത്രകൾ? ഈ കരികില ഒരു പണിയാണ്, കാരണം ഈ കരികില വീണ് നടന്ന വഴി അടഞ്ഞു പോകുന്നുണ്ട്. ഇതാ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ, ഐസ് ഉരുകിയില്ല, ഉരുകാൻ പറ്റാതെ നിൽക്കുന്നത്. നല്ല രസമുണ്ടല്ലോ കാണാൻ. നോക്കി നിങ്ങൾ, ശംഖിൻ്റെ നല്ല തണുപ്പുണ്ട് കേട്ടോ, ശംഖിൻ്റെയൊക്കെ സൈഡ് തൊടുന്ന പോലെ ഉണ്ട്. എന്നാ മിനിസ, ഓഹോ, ആഹാ. ശരിക്കും ഈ ഒരു മഞ്ഞ് ഉരുകുന്ന സമയത്തെ വെള്ളം ഒഴുകുന്ന വെള്ളച്ചാലാണിത്. ഇപ്പം പക്ഷേ ഡ്രൈ ആയിപ്പോയി, അവിടെ എല്ലാം കെട്ടി കിടപ്പുണ്ട്. കാര്യമല്ലേ ആയിട്ടില്ല, ഇനിയുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ നടന്ന് നമ്മളുടെ ആ ഒരു പാലത്തിൻ്റെ ഹാങ്ങിങ് ബ്രിഡ്ജിന് അടുത്തേക്ക് എത്തി. ഇനി വഴി തെറ്റാനൊന്നുമില്ല, ക്രോസ് ചെയ്യുക, നേരെ കിടക്കുക, മലേൻ്റെ അടിവാരത്തെത്തുക, അവിടെ നിന്ന് വീണ്ടും ഹൈക്ക്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ ഒരു നടത്തവും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക്, ഒരു കമൻറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് ഇപ്പം വീഡിയോകളും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പ്രധാനമായിട്ടും നോക്കുന്ന ക്രൈറ്റീരിയ കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മളുടെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക്. കുറേ ആയില്ലേ നമ്മൾ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറിയിട്ടല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ബാക്ക് പാക്കിങ് നടത്തി ഹാങ്ങിങ് ബ്രിഡ്ജ് കയറിയിട്ട് ഒരുപാട് കാലമായ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടേക്കൊക്കെ വരേണ്ടതാണ്. നെറ്റ്വർക്കും സിമ്മും ഒക്കെ ഉപേക്ഷിച്ച്. ഇങ്ങനെ ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്രയിൽ. കുറേ തലവേദനയൊക്കെ അങ്ങ് ഒഴിവാകും. ശരിക്കും നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും ഒരു കുന്നുപോലെ തന്നെയാണ്. ഇവിടെ നിന്ന് അത് ആ പദ്ധതി വരെ നമുക്ക് ഇറക്കമാണ്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും ഹൈക്കിങ്, കയറ്റമാണ് വരുന്നത്. തൂങ്ങിയൊക്കെ കിടക്കുമല്ലേ രണ്ട് മലകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട്. ഒറ്റയടിക്ക് കണക്റ്റഡ് ആകും, അതാണ് അതിൻ്റെ ഒരു ഗുണം. അനിയത്തതാ ഇതുവഴിയാണ് പോകേണ്ടത്, വീണ്ടും കാട് കയറണം. ഇവിടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആ കാണുന്ന ഒരു സ്നോ മൗണ്ടൻ കണ്ടോ? അതിൻ്റെ പേര് ഞാൻ അവിടെ ഗ്രാമത്തിൽ അവരോട് ചോദിച്ചപ്പോൾ അവർ നീൽഗിരി മൗണ്ടൻ എന്നാണ് കേട്ടോ അതിന് പേര് പറഞ്ഞത്. അത് കൊള്ളാലോ, നീൽഗിരി മൗണ്ടനോ. ഇവിടെ ഹൈക്കിങ് തുടങ്ങുമ്പോഴത്തേക്ക് ഇത് കണ്ടെങ്കിൽ നമ്മൾ വേറൊരു ടൈപ്പ് ചെടി കാണുന്നുണ്ട്. ചെറിയ ഇല, ചുവന്ന ഇലയാണ്, ചുവപ്പ് കളറാണ് ഇതിന് കണ്ടെങ്കിൽ. പക്ഷേ ഇലയെല്ലാം ഇത് മൊത്തം ഈ ഒരു ഭാഗം മൊത്തം അതുണ്ട്. പക്ഷേ ഇല മുഴുവൻ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞു കുട്ടി ഇലയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അയ്യോ പൂവാണോ എന്നേ, പക്ഷേ പൂവല്ല, ഇതിൻ്റെ ഇലയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഹൈക്കിങ് തുടങ്ങുകയാണ് കേട്ടോ. ഒന്നും നോക്കാതെയുള്ള മലകയറ്റേ. ഈ ഒരു സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമുക്ക് മല കയറി അപ്പുറം എത്തണം. ഇവിടെ വന്നേ ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാവേ, പേടിക്കരുത് കേട്ടോ. ഇതുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ, മണ്ണിടിഞ്ഞു പോയേക്കുന്ന, ഇടിഞ്ഞ് വലിയൊരു ഗർത്തം പോലെ ആയിട്ടുണ്ട്. നോക്കി നിങ്ങൾ, ശരിക്കും വെറും മണ്ണെന്ന് പറഞ്ഞാൽ ചെളി മണ്ണ്, കളി മണ്ണ്, അത്രയേ ഉള്ളൂ ഇതിന് പിടുത്തം, വേറെ ഒരു പിടുത്തവും ഇല്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു മല ഇങ്ങനെ വളർന്നു വന്നേക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇനി മുമ്പിൽ എന്തായിരിക്കും കാഴ്ച ഉണ്ടാവുക? ഇവിടെയൊക്കെ ഉണ്ടല്ലോ, എങ്ങോട്ട് ക്യാമറ തിരിച്ചാൽ ഫുള്ള് ഒരു 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 ഫ്രെയിമാണ്. ആ കളർ കോമ്പിനേഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ? മരത്തിൻ്റെ, ആകാശത്തിൻ്റെ, പുല്ലിൻ്റെ, ആ ഒരു വീണ് കിടക്കുന്ന ഇലയുടെ, ഒന്നും പറയാനില്ല. ഏതോ ഒരു ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു കളർ കോഡിങ് ഒക്കെ ചെയ്ത പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. എൻ്റെ പൊന്നെ, എന്നൊരു സ്ഥലം ഇത്. ഭൂമിയിൽ ഇങ്ങനെയുള്ള എത്ര സ്ഥലങ്ങളുണ്ടാക്കി വെച്ചേക്കുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായി വന്നേക്കുന്നേ. നമ്മുടെ ഭൂമി കേടില്ലെന്നാ.
ഇതാ വരണ്ട ഭൂമിയാണെന്ന് നമ്മൾ തോന്നിക്കുമെങ്കിലും ഇതാ ഇവിടെയും കൃഷികളുണ്ട് കേട്ടോ. കണ്ടം പോലെ എന്തോ ഉണ്ടാക്കിയിട്ട് എന്തോ ധാന്യമാണ് അത് ഇവിടെ പാകിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇതാ അങ്ങ് ആ ദൂരെയെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പച്ച കളറിൽ അത് മുളച്ച് വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചതേ. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഇത് നോക്കിയേ, നമ്മളുടെ ആ ഒരു റോസാപ്പൂവില്ലേ, റോസാപ്പൂവിൻ്റെ വിത്ത് അത് ഉണങ്ങിയിട്ട് പൊട്ടിയിട്ട് ഇതാണ് ഞങ്ങൾ അപ്പൂപ്പൻ താടി പോലെ. ഇതാ അപ്പൂപ്പൻ താടി എന്ത് കണ്ടങ്ങൾ, അപ്പൂപ്പൻ താടി. ആ പറക്ക് അവിടം വരെ പറഞ്ഞല്ലോ. വഴികൾ അവസാനിക്കുന്നില്ല, വീണ്ടും മുന്നോട്ട്. അവിടെ നിന്ന് നല്ലൊരു ഒച്ച കേട്ടോ. അത് നമ്മളുടെ താഴ്ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സില്ലേ, ബസ് വന്നു. അതിൻ്റെ ഹോണടിയാ, അത് തിരിച്ചു പോകുമായിരിക്കും. അപ്പോൾ പോകുന്നതിന് മുമ്പ് ആളുകൾ വരാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പാണ്. ഹലോ, ഹൗ ആർ യു? അവിടെ 2 പിള്ളേരെ പശുവിനെ തീറ്റുന്നുണ്ട് കണ്ടോ നിങ്ങൾ. ഇതായേ ഏക്കി രാസ്ത. ഓക്കെ, വാട്ട്സ് യുവർ നെയിം? ഇഷിൽ താമാങ്. വിച്ച് ക്ലാസ്? നഴ്സറി. വാവ്, ഗുഡ്. അവനോട് വഴി ചോദിച്ചു. അവനും അവൻ്റെ അനിയത്തിയാണോ ചേച്ചിയാണോ എന്നറിയില്ല. അവർ പശുവിന് തീറ്റാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ നേരെയുള്ള ഈ ഒരു വഴി അങ്ങനെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. നേഴ്സറിക്കാരനാണ്. നേരെ മുമ്പോട്ട് നടന്ന് ആ ഒരു മല കവർ ചെയ്ത് ഇപ്പുറം വരുമ്പോഴത്തേക്കും ഇതാ നമുക്ക് മുമ്പിൽ നമ്മളുടെ ജോങ് വില്ലേജ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തങ്ങു ദൂരെയായിട്ട് ഇവരുടെ മൊണാസ്ട്രി. പിന്നെ ഏതോ ഇടിഞ്ഞു പൊളിഞ്ഞതാണെന്ന് തോന്നുന്നു, ഒരു കോട്ട എന്തോ അവിടെ കാണുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഇതാ ഫുള്ള് കൃഷിയിടങ്ങളാണ് കേട്ടോ. ടെറൈസ് ഫാമിംഗ്. എല്ലാത്തരം റോസും അതുപോലെ ഞാൻ നേരത്തെ കാണിച്ച പോലെ അപ്പൂപ്പൻ താടി ഉണ്ടാക്കുന്നില്ല. ഇതാ ഈ ഒരു റോസൊക്കെ വെറും കുരു തന്നെയാണ് കേട്ടോ. ഇത് പൊട്ടിച്ചിട്ടുണ്ട് എന്ത് കിട്ടും? ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ റോസാപ്പൂവിൻ്റെ കായ ഉണ്ടാവും എന്തായാലും. പിന്നെ ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാനിത് പൊട്ടിച്ചപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്. ഇതിനൊരു മധുരമുണ്ട്. ഇത് തൊലിയില്ലേ, തൊലി തിന്നുമ്പോൾ ഒരു ടേസ്റ്റ്. ഞങ്ങളുടെ ആപ്രിക്കോട്ടൊക്കെ ഉണക്കിയത് തിന്നുന്ന പോലെ ഉണ്ട്. ചിലപ്പം വിശപ്പുകൊണ്ടായിരിക്കും കേട്ടോ. കൊള്ളാം, പുതിയൊരു സാധനം കണ്ടുപിടിച്ചു തിന്നാനുള്ളത്. അങ്ങനെ നമ്മളുടെ മുക്തിനാഥും അതുപോലെ തന്നെ മുക്തിനാഥിൻ്റെ താഴെയുള്ള ഗ്രാമങ്ങളൊക്കെ അതാ നമ്മളുടെ പുറകിലായി. ഈ ഗ്രാമങ്ങളൊക്കെ നമ്മളുടെ താഴെയായി. നമ്മൾ കയറി ഏകദേശം ഈ ഒരു ജോങ് ഗ്രാമത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തി. ലെവലെത്തിയില്ല, കുറച്ചുകൂടി ലെവലെത്താനുണ്ട്. അപ്പോഴേ നമ്മൾ നടത്തം തുടങ്ങിയിട്ട് കുറേ അധികം നേരമായി. ഇതുവരെയും സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇനി എത്തുമോ എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കറിയില്ല. വന്ന വഴി റെഡിയാണോ എന്നുള്ളത് എന്തായാലും അവരെ ചോദിച്ച് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട്. വന്ന വഴി ഓക്കെയാണ്. എന്തായാലും ഇതിപ്പം കുറച്ചധികം നേരമായി. ഇനി ബാക്കിയുള്ള കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത ദിവസം വന്നാലോ? കാരണം അല്ലെങ്കിൽ ലെങ്ത് കൂടി പോവേ. അപ്പം ഇനി നമുക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് എത്താൻ പറ്റുമോ, അതോ ഈ ഒരു മഞ്ഞുമലയുടെ ചുവട്ടിൽ തന്നെ നിൽക്കേണ്ട വരുമോ? അവിടെ ചെല്ലുമ്പോൾ ആളുകളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ വല്ലതും കിട്ടുമോ? പിന്നെ ആ ഒരു ഗ്രാമത്തിൻ്റെ ഇത്രയും തണുപ്പുള്ള ഒരു ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ, സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.